കോട്ടകൾ ഒന്നൊന്നായിട്ട് തകർന്നടിയുകയാണ്. കോടികളുടെ അഴിമതി കഥകൾ പുറത്തു വന്നപ്പോൾ പത്മ കഫയുടെ പേരിൽ ലക്ഷങ്ങൾ കീശയിലാക്കിയെന്ന ആക്ഷേപങ്ങൾ ശക്തമായപ്പോൾ ഒടുവിൽ ആ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. KB ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡിൽ നിന്നും നാണം കെടുത്തി പുറത്താക്കിയിരിക്കുകയാണ്. പകരം BRK ബാബുവിനെ ഉൾപ്പെടുത്തി ആ 9 അംഗ ബോർഡ് പുനഃസംഘടിപ്പിച്ചും കഴിഞ്ഞു. LDFന് ഇതിനും വലിയൊരു തിരിച്ചടി ഇനി സ്വപ്നങ്ങളിൽ മാത്രം. പത്തനാപുരം താലൂക്ക് യൂണിയനിൽ പത്മ കഫേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന 4 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ വെറുമൊരു ആരോപണമല്ല എന്ന് ഈ പുറത്താക്കലിലൂടെ അടിവരയിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. സ്വന്തം സമുദായ സംഘടനയിലെ ആളുകൾ പോലും ഈ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കാൻ തയ്യാറല്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സത്യം. അഴിമതിയിൽ പ്രതിഷേധിച്ച 19 അംഗ ഭരണസമിതിയിലെ 11 പേർ ഒന്നിച്ച് രാജിവെച്ചപ്പോൾ തന്നെ ഈ തകർച്ചയുടെ തുടക്കം കുറിക്കപ്പെട്ടിരുന്നു. ഭൂരിപക്ഷം അംഗങ്ങളും കൈവിട്ടതോടെ പത്തനാപുരം താലൂക്ക് യൂണിയൻ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് പിരിച്ചുവിടേണ്ടി വന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സ്വന്തം തട്ടകത്തിൽ ഇത്രയും വലിയൊരു നാണക്കേട് ഇതിനു മുമ്പ് ഒരാളും നേരിട്ടിട്ടുണ്ടാകില്ല. ഇതിനെല്ലാം പുറമെയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ ദയനീയ പരാജയവും നേരിട്ടത്. പത്തനാപുരത്ത് ജനങ്ങൾ ഗണേഷ് കുമാറിനെ തൂത്തെറിഞ്ഞത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഈ പത്മ കഫയുടെ വിവാദത്തിൽ മുങ്ങി നിൽക്കുന്ന അഴിമതി ദുർഗന്ധം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിയമസഭാ അംഗം പോലുമല്ലാത്ത വെറുമൊരു മുൻ മന്ത്രി മാത്രമായിട്ട് മാറിയ ഗണേഷ് കുമാറിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഈ പുതിയ പ്രഹരം. തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന അഹങ്കാരത്തോടെ കോടികൾ മുക്കിക്കളിച്ചവർക്ക് കാലം കാത്തുവെച്ച നീതി തന്നെയാണിത്. LDF മുന്നണിക്ക് ഇതൊരു കനത്ത ആഘാതമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ജനങ്ങളും സ്വന്തം സമുദായവും ഒരുപോലെ കൈവിട്ട ഒരു നേതാവിനെ ഇനി എങ്ങനെ ചുമക്കുമെന്ന ചിന്തയിലാണ് ഇടതുപക്ഷ നേതൃത്വമുള്ളത്. അധികാരം പോയി, MLA സ്ഥാനം പോയി, ഒടുവിൽ താങ്ങി നിർത്തിയ സംഘടനയുടെ ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇനി സിനിമയിൽ അഭിനയിച്ച ബാക്കിയുള്ള ജീവിതം ഗണേഷ് കുമാറിന് തീർക്കാം. ഒന്ന് മാത്രമാണ് പറയാനുള്ളത്: സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരും. കോടികളുടെ ക്രമക്കേടുകൾ മൂടിവെക്കാൻ എത്ര ശ്രമിച്ചാലും ജനങ്ങളുടെയും സംഘടനകളുടെയും കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പത്തനാപുരത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകൾ. വരും ദിവസങ്ങളിൽ ഈ അഴിമതി കഥകളുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.